നിങ്ങളെ മറ്റുള്ളവർ ആളുകളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ടോ? കൈകൾ വിറയ്ക്കുന്നുണ്ടോ? തിരിച്ചെന്തെങ്കിലും പറയണമെന്നോ അല്ലെങ്കിൽ അവരെ ശാരീരികമായി ഉപദ്രവിക്കണമെന്നോ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതോ ഒന്നും മിണ്ടാനാകാതെ തൊണ്ടയിടറി കണ്ണുകൾ നിറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് തലതാഴ്ത്തി നടന്നു നീങ്ങാറുണ്ടോ? ഇതിൽ ഏത് പ്രതികരണമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിലും അവിടെ വിജയിക്കുന്നത് നിങ്ങളെ അപമാനിച്ച വ്യക്തിയാണ്. അതെ, നിങ്ങളെ വേദനിപ്പിക്കുക, നിങ്ങളുടെ സമനില തെറ്റിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അവർ വളരെ എളുപ്പത്തിൽ വലിച്ചിഴച്ചു. എന്നാൽ ഒരു നിമിഷം ചിന്തിക്കുക, ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യൻ ഇതിന് വ്യക്തമായ മറുപടി നൽകുന്നുണ്ട്. നിങ്ങളെ അപമാനിക്കുന്നവരെ, നിങ്ങളെ നോക്കിച്ചിരിക്കുന്നവരെക്കൊണ്ട് തിരിച്ച് കരയിപ്പിക്കാൻ ചാണക്യനീതിയിൽ പറയുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കിത്തരം സാഹചര്യങ്ങളെ നേരിടേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നോ മേലധികാരികളിൽ നിന്നോ ആയിരിക്കാം. മറ്റു ചിലപ്പോൾ നമ്മുടെ സ്വന്തം ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആകാം നമുക്ക് അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത്. നമ്മുടെ രൂപത്തെക്കുറിച്ചോ നമ്മുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചോ നമ്മുടെ കഴിവുകളെക്കുറിച്ചോ ആയിരിക്കും അവർ നമ്മളെ പരിഹസിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നും. ഉടനെ തന്നെ അവർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ നമ്മുടെ മനസ്സ് നമ്മോട് പറയും. എന്നാൽ അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നത്. ചാണക്യൻ പറയുന്നു, ഒരു ശത്രു നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയമാണ് എന്ന്. അവർ നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ സങ്കടം, നിങ്ങളുടെ നിസ്സഹായത എന്നിവയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളത് അവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കുമ്പോൾ അവർ മാനസികമായി വിജയിക്കുന്നു. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് അപമാനിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥയാണ്. ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ സ്വന്തം അരക്ഷിതാവസ്ഥയാണ് പുറത്തു കാണിക്കുന്നത്. നിങ്ങളുടെ കഴിവുകളോ നിങ്ങളുടെ സന്തോഷമോ നിങ്ങളുടെ വ്യക്തിത്വമോ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടാകാം. അതുകൊണ്ട് നിങ്ങളെ താഴേക്ക് വലിച്ചിടാൻ അവർ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നു. നിങ്ങളുടെ വൈകാരികമായ തകർച്ചയാണ് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴോ കരയുമ്പോഴോ അവരുടെ അഹങ്കാരം വർദ്ധിക്കുന്നു. ചാണക്യൻ പറയുന്നത് ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ വികാരങ്ങളാണ് എന്നാണ്. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ശത്രുവിന്റെ പകുതി ആയുധങ്ങളും അവിടെ വെറും ഇരുമ്പുകഷണങ്ങളായി മാറും. നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിലേക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു മണ്ടത്തരം ഈ ലോകത്തില്ല. അവർ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ കരയുകയും അവർ മറ്റൊരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അവരുടെ കൈകളിലെ വെറുമൊരു കളിപ്പാവ മാത്രമാണ്. ഈ അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം. ചാണക്യനീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം മൗനമാണ്. നിങ്ങളെ ഒരാൾ അകാരണമായി അപമാനിക്കുമ്പോൾ നിങ്ങൾ നൽകേണ്ട ആദ്യത്തെ മറുപടി പൂർണ്ണമായ മൗനമാണ്. ഈ മൗനം ഒരു ഭയത്തിന്റെ ലക്ഷണമല്ല, മറിച്ച് അതൊരു വലിയ ആയുധമാണ്. നിങ്ങളെ ഒരാൾ ചീത്ത പറയുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമാണ്. നിങ്ങൾ തിരിച്ച് ചീത്ത പറയുമെന്നോ അല്ലെങ്കിൽ കരയുമെന്നോ അവർ കണക്കുകൂട്ടുന്നു. എന്നാൽ നിങ്ങൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തികഞ്ഞ ശാന്തതയോടെ അവരെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് മൗനം പാലിച്ചാൽ എന്ത് സംഭവിക്കും? അവരുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റും. അവർ പറഞ്ഞ വാക്കുകൾക്ക് യാതൊരു വിലയും ഇല്ലെന്ന് അവർക്ക് തന്നെ തോന്നിത്തുടങ്ങും. നിങ്ങളുടെ മൗനം അവരുടെ ഉള്ളിൽ ഒരു വലിയ ഭയം സൃഷ്ടിക്കും. ഈ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാകില്ല. മനുഷ്യൻ എപ്പോഴും ഭയപ്പെടുന്നത് അവന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെയാണ്. നിങ്ങളുടെ മൗനം നിങ്ങളെ ഒരു പ്രവചിക്കാൻ കഴിയാത്ത വ്യക്തിയായി മാറ്റുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ മൗനത്തിലൂടെ നിങ്ങൾ അവർക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ നിലവാരമില്ലാത്ത വാക്കുകൾക്ക് മറുപടി പറയാൻ എന്റെ സമയം ഞാൻ ചിലവാക്കുന്നില്ല എന്നാണ് നിങ്ങൾ ആ മൗനത്തിലൂടെ അവരോട് പറയുന്നത്. മൗനത്തിനു ശേഷം നിങ്ങൾ പ്രയോഗിക്കേണ്ട അടുത്ത ആയുധം പുഞ്ചിരിയാണ്. നിങ്ങളെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കാൻ വരുന്ന ഒരാളുടെ മുഖത്ത് നോക്കി തികഞ്ഞ അവജ്ഞയോടെ ഒന്ന് പുഞ്ചിരിക്കുക. ഈ പുഞ്ചിരിക്ക് 1000 വാളുകളേക്കാൾ ശക്തിയുണ്ട്. തന്നെക്കൊണ്ട് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സത്യം ആ പുഞ്ചിരിയിലൂടെ ശത്രു മനസ്സിലാക്കുന്നു. ഒരു വ്യക്തി തന്റെ സർവ്വശക്തിയും എടുത്ത് നിങ്ങളെ തകർക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ യാതൊരു കൂസലുമില്ലാതെ ചിരിച്ചു നിൽക്കുന്നത് കാണുന്നത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അവരുടെ ഉള്ളിലെ ദേഷ്യം അവരെ തന്നെ കത്തിച്ച് ചാമ്പലാക്കാൻ നിങ്ങളുടെ ഒരൊറ്റ പുഞ്ചിരിക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സ്വന്തം തീരുമാനമാണ്. അത് തകർക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല എന്ന നിങ്ങളുടെ പ്രഖ്യാപനമാണ് ആ പുഞ്ചിരി. അവർ എത്രത്തോളം നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ ശാന്തമായിരിക്കുക. നിങ്ങളുടെ ശാന്തത അവരെ ഭ്രാന്ത് പിടിപ്പിക്കും. അവർ പിന്നീട് പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു അർത്ഥവും ഉണ്ടാകില്ല, കാരണം അവർക്ക് സമനില തെറ്റിയിട്ടുണ്ടാകും. ചാണക്യൻ മനുഷ്യരെ പലതായി തിരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വിഡ്ഢികൾ. ഒരു വിഡ്ഢിയായ മനുഷ്യൻ നിങ്ങളെ അപമാനിക്കുമ്പോൾ
നിങ്ങൾ ഒരിക്കലും അവരോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ഒരു വിഡ്ഢിക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവില്ല. അവർ നിങ്ങളെ അവരുടെ നിലവാരത്തിലേക്ക് താഴേക്ക് വലിച്ചിടുകയും അവിടെ വെച്ച് അവരുടെ പരിചയം വെച്ച് നിങ്ങളെ തോൽപ്പിക്കുകയും ചെയ്യും. അതിനാൽ വഴിയിൽ കിടക്കുന്ന ഒരു കല്ലിനെ നമ്മൾ എങ്ങനെയാണോ ഒഴിവാക്കി നടക്കുന്നത്, അതുപോലെ ഇത്തരം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. അവരെ അവഗണിക്കുക എന്നതാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. അവർ നിങ്ങളുടെ സമയവും ഊർജവും അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. വിഡ്ഢികളോട് തർക്കിക്കാൻ പോയാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ സമാധാനവും നിങ്ങളുടെ സമയവും നഷ്ടപ്പെടും. പകരം ബുദ്ധിമാന്മാരായ ശത്രുക്കളാണെങ്കിൽ അവരെ വളരെ സൂക്ഷ്മതയോടെ വേണം കൈകാര്യം ചെയ്യാൻ. അവർ നിങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ആക്രമിക്കാൻ ശ്രമിക്കും. അവിടെയാണ് നിങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായി വരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. ഒരാൾ നിങ്ങളെ അപമാനിച്ചാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ച് മറുപടി പറയുക എന്നതല്ല ബുദ്ധി. ആ അപമാനം നിങ്ങളുടെ ഉള്ളിൽ ഒരു തീയായി സൂക്ഷിക്കുക. ആ തീ നിങ്ങളെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത്. മറിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാനുള്ള ഇന്ധനമായി ആ തീയെ മാറ്റുക. നിങ്ങളെ ആരാണോ അപമാനിച്ചത് അവരുടെ മുന്നിൽ ഏറ്റവും മികച്ച നിലയിൽ ജീവിച്ച് കാണിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതികാരം. നിങ്ങളുടെ വിജയം കാണുമ്പോൾ നിങ്ങളെ അപമാനിച്ചവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയ്ക്ക് പകരം വയ്ക്കാൻ ലോകത്ത് മറ്റൊരു പ്രതികാരവുമില്ല. നിങ്ങൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് നിങ്ങളുടെ വളർച്ച. ഇന്നലെ നിങ്ങളെ നോക്കി പുച്ഛിച്ച് ചിരിച്ചവർ നാളെ നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്ന ഒരു സമയം വരും. ആ സമയത്തിനു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത്. അതിനായി നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളെ അപമാനിച്ചവരുടെ വാക്കുകൾ നിങ്ങളുടെ ചെവിയിൽ എപ്പോഴും മുഴങ്ങണം. അത് നിങ്ങളെ തളർത്താനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്ന ഒരു പ്രേരണയായി മാറണം. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ നിറം, നമ്മുടെ ജോലി എന്നിവയെല്ലാം പറഞ്ഞ് ആളുകൾ നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് ആദ്യം തിരിച്ചറിയുക. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ബാഹ്യമായ രൂപമോ നിങ്ങളുടെ കയ്യിലുള്ള പണമോ അല്ല. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നിവയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ചാണക്യൻ എപ്പോഴും അറിവിന്റെയും ബുദ്ധിയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് ഊന്നിപ്പറയുന്നുണ്ട്. ഒരു ബുദ്ധിമാനായ മനുഷ്യനെ ആർക്കും വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. അയാൾക്ക് തന്റെ കഴിവുകളിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നിങ്ങളുടെ പരിച. ആ പരിചയെ തകർക്കാൻ ഒരാളുടെയും അപമാന വാക്കുകൾക്ക് കഴിയില്ല. നിങ്ങൾ ഉള്ളിൽ നിന്ന് ശക്തനാകണം. നിങ്ങളുടെ മനസ്സിനെ ഒരു കോട്ട പോലെ കാത്തുസൂക്ഷിക്കണം. അവിടെ നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും പ്രവേശിക്കാൻ കഴിയരുത്. നിങ്ങളുടെ സന്തോഷവും സങ്കടവും നിങ്ങളുടെ മാത്രം നിയന്ത്രണത്തിലായിരിക്കണം. ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ അപമാനിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെയാകാം. ഇത് നിങ്ങളെ മാനസികമായി വളരെ തളർത്തിയേക്കാം. സ്വന്തം കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ ജീവന തുല്യം സ്നേഹിച്ച സുഹൃത്തുക്കളോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഏറ്റവും വലിയ അപമാനത്തിലേക്ക് തള്ളിവിടുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കുന്നത് ബന്ധങ്ങൾ പൂർണ്ണമായും തകരാൻ കാരണമാകും. ഇവിടെ ചാണക്യൻ നൽകുന്ന ഉപദേശം ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുക എന്നതാണ്. അവരുടെ വാക്കുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് പതുക്കെ ഒരു അകലം പാലിക്കുക. നിങ്ങളുടെ രഹസ്യങ്ങളോ നിങ്ങളുടെ ദൗർബല്യങ്ങളോ അവരുമായി പിന്നീട് പങ്കുവയ്ക്കാതിരിക്കുക. അവർക്കുള്ള സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കണം ഈ അകലം നിങ്ങൾ കാണിക്കേണ്ടത്. ഒരിക്കൽ നിങ്ങളെ ചതിച്ചവരെ അല്ലെങ്കിൽ നിങ്ങളെ അപമാനിച്ചവരെ വീണ്ടും കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ചാണക്യൻ പറയുന്നു. അവരോട് ക്ഷമിക്കാം, എന്നാൽ അവർ ചെയ്തത് എന്താണെന്ന് ഒരിക്കലും മറക്കരുത്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു പാഠമായി ഉണ്ടായിരിക്കണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ലക്ഷ്യബോധമില്ലാത്ത ഒരു മനുഷ്യൻ കാറ്റത്ത് പറക്കുന്ന ഒരു ഉണങ്ങിയ ഇല പോലെയാണ്. ആർക്കും അവരെ എളുപ്പത്തിൽ തകർക്കാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തമായ ലക്ഷ്യവും അതിലേക്കുള്ള പ്രയാണവുമുള്ള ഒരു വ്യക്തിയെ ഒരു അപമാനങ്ങൾക്കും തളർത്താൻ കഴിയില്ല. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ അവരുടെ ലക്ഷ്യത്തിലാണ്. ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നത് അവർക്ക് ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. അത് എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകാതിരിക്കുക. അവർ ഇന്ന് നിങ്ങളെ അപമാനിച്ചേക്കാം, നാളെ അവർ നിങ്ങളെ പ്രശംസിച്ചേക്കാം. ആളുകളുടെ അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ജീവിക്കാൻ നിന്നാൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമായി മാറും. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുക. അല്ലാതെ മറ്റുള്ളവർ അത് പറയുമ്പോൾ തളർന്നിരിക്കരുത്. ചാണക്യൻ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ ശത്രുക്കളെക്കാൾ നിങ്ങൾ എപ്പോഴും ഒരു പടി മുന്നിലായിരിക്കണമെന്നാണ്.
നിങ്ങളെ അപമാനിക്കുന്ന വ്യക്തിയുടെ ഉദ്ദേശ്യമെന്താണെന്ന് മുൻകൂട്ടി കാണാൻ നിങ്ങൾക്ക് കഴിയണം. അവർ നിങ്ങളെ എന്തിനാണ് ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നത്? അതിലൂടെ അവർക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുന്നത്? ഈ കാര്യങ്ങൾ നിങ്ങൾ ശാന്തമായി ചിന്തിക്കണം. നിങ്ങളുടെ ഒരു തെറ്റായ പ്രതികരണം അവരുടെ വിജയമായി മാറും എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതികരിക്കില്ല. ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ ശത്രുവിനെ നേരിടേണ്ടത്, അല്ലാതെ വികാരങ്ങൾ കൊണ്ടല്ല. നിങ്ങളുടെ ഓരോ ചുവടും വളരെ കൃത്യമായിരിക്കണം. നിങ്ങളെ അപമാനിക്കുന്നവരെ വാക്കുകൾ കൊണ്ട് നേരിടുന്നതിന് പകരം നിങ്ങളുടെ വളർച്ച കൊണ്ട് നേരിടുക. നിങ്ങൾ ഉയർന്ന സ്ഥാനങ്ങളിലെത്തുമ്പോൾ നിങ്ങൾ നേടിയ വിജയങ്ങൾ അവർക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറും. അന്ന് അവർ നിങ്ങളെ നോക്കി ഭയപ്പെടും. നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനം കാണുമ്പോൾ അവർ ഉള്ളിൽ കരയും. അതാണ് നിങ്ങൾ അവർക്ക് നൽകേണ്ട യഥാർത്ഥ തിരിച്ചടി. ഒരു മികച്ച ജീവിതം കെട്ടിപ്പടുക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതികാരം. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുക. നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുന്നിലൂടെ രാജകീയമായി നടന്നു നീങ്ങുക. അപ്പോൾ നിങ്ങളുടെ ചുണ്ടിലെ ആ പഴയ പുഞ്ചിരി ഒന്നുകൂടി തിളങ്ങും. ആ തിളക്കത്തിനു മുന്നിൽ അവരുടെ അഹങ്കാരം ഉരുകിത്തീരും. ഈ തന്ത്രങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ. മാറ്റം നിങ്ങളെത്തന്നെ അത്ഭുതപ്പെടുത്തും. ഓർക്കുക, നിങ്ങളുടെ വിജയം നിങ്ങളിലാണ്. വാക്കിനു പകരം വാക്ക് ഒരു സാധാരണക്കാരന്റെ രീതിയാണ്. എന്നാൽ അപമാനത്തെ ഊർജ്ജമാക്കി ചരിത്രം സൃഷ്ടിക്കുന്നവനാണ് വിജയി. പ്രതികാരത്തിന്റെ തീ മനസ്സിൽ സൂക്ഷിക്കുക. അത് നിങ്ങളുടെ വിജയത്തിന്റെ പ്രകാശമായി മാറട്ടെ. നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കുക. ജീവിതം താനേ മാറിക്കൊള്ളും. നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ സ്വയം തീരുമാനിക്കാത്ത കാലത്തോളം മുന്നോട്ട് കുതിക്കുക. വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. കാലം എല്ലാത്തിനും മറുപടി നൽകും. ആ മറുപടി നിങ്ങളുടെ വിജയമായിരിക്കും. ഒരിക്കലും തളരരുത്. നിങ്ങളുടെ ശക്തി എന്താണെന്ന് ലോകത്തെ കാണിക്കുക. ഈ ലോകം വിജയികളെ മാത്രമാണ് ഓർക്കുന്നത്. പരാജിതരെ അവർ വളരെ വേഗം മറക്കും. അതുകൊണ്ട് ഒരു വിജയിയായി മാറുക. നിങ്ങളെ അപമാനിച്ചവർ നാളെ നിങ്ങളെക്കുറിച്ച് ഓർത്തഭിമാനിക്കുന്ന ഒരു സമയം സൃഷ്ടിക്കുക. നിങ്ങളുടെ കർമ്മങ്ങളിൽ വിശ്വസിക്കുക. വിജയം നിശ്ചയമാണ്. അപമാനങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി മാറ്റുക. ഓരോ അപമാനവും നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്നു എന്ന് തിരിച്ചറിയുക. ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒരു പുഞ്ചിരിയോടെ നേരിടുക. ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തമാക്കുക. മറ്റുള്ളവരുടെ വാക്കുകളിൽ വീഴാതെ നിങ്ങളുടെ സ്വന്തം വഴി വെട്ടിത്തെളിക്കുക. ആ വഴി നിങ്ങളെ എത്തിക്കുന്നത് വിജയത്തിന്റെ നെറുകയിലായിരിക്കും. നിങ്ങളെ കരയിക്കാൻ ശ്രമിച്ചവർ നാളെ നിങ്ങളെ ഓർത്ത് നിശബ്ദരായി കരയും. അതുമാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. പോരാടുക, വിജയിക്കുക. ഇതാണ് യഥാർത്ഥ ചാണക്യനീതി. ഈ നീതി പിന്തുടരുന്ന ആർക്കും ജീവിതത്തിൽ പരാജയപ്പെടാൻ കഴിയില്ല. നിങ്ങളും അത് ശീലമാക്കുക. ലോകം നിങ്ങളുടെ കാൽക്കീഴിലായിരിക്കും. നിങ്ങളുടെ മനസ്സിനെ ഒരു യോദ്ധാവിനെ പോലെ പരിശീലിപ്പിക്കുക. അപമാനങ്ങൾ നിങ്ങൾക്ക് ഒരു പരിശീലനം മാത്രമാണ്. നിങ്ങളുടെ ലക്ഷ്യം മുന്നിലുണ്ട്. അതിലേക്ക് കുതിക്കുക. ഈ ലോകം നിങ്ങളുടെ വിജയത്തിനായി കാത്തിരിക്കുന്നു. എപ്പോഴും ശാന്തനായിരിക്കുക. എന്നാൽ ഉള്ളിൽ എപ്പോഴും വിജയിക്കാനുള്ള ഒരു തീ സൂക്ഷിക്കുക. ആ തീ നിങ്ങളെ ശരിയായ വഴിയിലൂടെ നയിക്കും. അപമാനങ്ങൾക്ക് മുന്നിൽ തളരാതെ അവയെ അതിജീവിക്കാൻ പഠിക്കുക. അതാണ് ഒരു യഥാർത്ഥ മനുഷ്യന്റെ ലക്ഷണം. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ആ ആത്മവിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് ആർക്കും നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല. എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുക. സ്വയം മെച്ചപ്പെടുക. ഇന്നലത്തെ നിങ്ങളെക്കാൾ മികച്ച ഒരാളായി ഇന്ന് മാറുക. ഇതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം. നിങ്ങളെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിക്കുക. നിങ്ങളെ വെറുക്കുന്നവരെ അവഗണിക്കുക. നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്താതിരിക്കുക. ജീവിക്കുക, വിജയിക്കുക. ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. ധൈര്യമായി മുന്നോട്ടു പോകുക. നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വലുതായിരിക്കണം. നിങ്ങളുടെ പരിശ്രമങ്ങളും അതുപോലെ തന്നെ വലുതായിരിക്കണം. ഒരു പ്രതിബന്ധങ്ങളെയും ഭയപ്പെടാതിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുക. നിങ്ങളെ അപമാനിക്കുന്നവരെ നിങ്ങൾ തീർത്തും അവഗണിക്കുക. കാരണം അവർ നിങ്ങളുടെ യാത്രയിലെ വെറും തടസ്സങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം. ഈ സത്യം മനസ്സിലാക്കുന്ന ദിവസം നിങ്ങളുടെ ജീവിതം മാറും. പ്രതികാരത്തിന്റെ പുതിയ അർത്ഥം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. അത് വിജയമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങളെ അപമാനിച്ചവരെ കരയിപ്പിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല. നിശബ്ദനായിരുന്ന് പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയം ലോകത്തോട് ഉറക്കെ സംസാരിക്കട്ടെ. അത് കേട്ടവർ തലകുനിക്കട്ടെ. അതാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. അതാണ് ഏറ്റവും മനോഹരമായ പ്രതികാരം. കാലം അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കും നിങ്ങളുടെ വിജയത്തിലൂടെ. അതുകൊണ്ട് കാത്തിരിക്കുക, കഠിനമായി പ്രയത്നിക്കുക, വിജയിക്കുക. ഇതുമാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. അത് ഏറ്റവും മനോഹരമായി ജീവിച്ചു തീർക്കുക. എന്തു വന്നാലും തളരാതിരിക്കുക. ഒരു പുതിയ തുടക്കം കുറിക്കുക.